നമസ്കാരം. ശ്രേഷ്ഠരായ ആത്മാക്കൾ പ്രചോദനത്തിൻ്റെ നിഴൽ വീഴ്ത്തിക്കൊണ്ട് ഉദ്ദേശശുദ്ധിയോടെ നടക്കുന്നവരാണ്. ലിവിങ് വിത്ത് പ്യൂരിറ്റി ഓഫ് പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശശുദ്ധിയോടെ ജീവിക്കുക എന്നതാണ്. പ്യൂരിറ്റി എന്നാൽ മായം ചേർക്കലിൽ നിന്നും മലിനീകരണത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. പലരും ഉദ്ദേശശുദ്ധിയോടെ അല്ല ജീവിക്കുന്നത്. മായം ചേർക്കാത്തതും ശുദ്ധമായതും എല്ലാവർക്കും ഇഷ്ടമാണ്. സ്വർണമായാലും നെയ്യായാലും പാലായാലും ശുദ്ധമായതാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്, അല്ലേ? ഒരു വലിയ നഗരത്തിൽ തിരക്ക് പിടിച്ച ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സ് ആയി ജോലി ചെയ്തു വരികയായിരുന്നു സാറ. അവരുടെ ജോലിയെ ഒരു തൊഴിൽ മാത്രമായി കണ്ടില്ല. ആവശ്യമുള്ളവർക്ക് ആശ്വാസവും പരിചരണവും നൽകാനുള്ള ആഹ്വാനമായിരുന്നു സാറയുടെ ജീവിതം. സ്വന്തം ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും ആശുപത്രിയിൽ രോഗികളെ പരിചരിക്കുന്നതിൽ അവർ ഒട്ടും മടി കാണിച്ചില്ല. അവരുടെ പ്യൂരിറ്റി ഓഫ് പേർപ്പസ്, ഉദ്ദേശശുദ്ധി, വേദന ലഘൂകരിക്കുക എന്നതും ആശ്വാസം പകരുക എന്നതുമായിരുന്നു. ഒരിക്കൽ ധനികനായ ഒരു രോഗി സാറയുടെ പരിചരണത്തിൽ സുഖം പ്രാപിച്ചതിനെ തുടർന്ന് രോഗമുക്തിക്ക് ശേഷം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് ഒരു നന്ദിയുടെ കത്ത് എഴുതുകയും സാറയുടെ സ്നേഹവും കരുണയും കരുതലും അദ്ദേഹത്തെ രോഗമുക്തിയിലേക്ക് എത്തിച്ചു എന്ന് പറയുകയും ചെയ്തു. സാറയുടെ പേരിൽ വലിയ ഒരു തുകയുടെ ചെക്ക് എഴുതിയാണ് ആ കത്ത് അദ്ദേഹം അയച്ചത്. ആശുപത്രിയുടെ പ്രത്യേക പരിപാടിയിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സാറയെ വിളിച്ചു വരുത്തി ആ എഴുത്ത് പരസ്യമായി വായിക്കുകയും ചെക്ക് അവരെ ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ സാറ അത് നന്ദിയോടെ സ്വീകരിച്ച ശേഷം ആ തുക മുഴുവനായും ഹോസ്പിറ്റലിൽ വരുന്ന പാവപ്പെട്ടവർക്കായി നീക്കിവെച്ച് ഉദ്ദേശശുദ്ധിയോടെയുള്ള ജീവിതത്തിന് ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ചെയ്തത്. പ്യൂരിറ്റി ഓഫ് പേർപ്പസ്. ഇതിൽ ആദ്യം വേണ്ടത് പ്യൂരിറ്റി ഓഫ് ഇൻറ്റൻഷൻ, അതായത് ഉദ്ദേശശുദ്ധി. ഓരോ കാര്യം പറയുന്നതിനും ചെയ്യുന്നതിനും ഉള്ളിൽ ഉള്ള ഉദ്ദേശം പ്രധാനമാണ്. ഹ്രസ്വകാല സംതൃപ്തിയല്ല ലക്ഷ്യം, മറിച്ച് ജീവിതത്തിൻ്റെ ദീർഘദൂര യാത്രയിൽ മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി സതുദ്ദേശത്തോടെ മുന്നേറുക എന്നതാണ്. രണ്ടാമത് പ്യൂരിറ്റി ഓഫ് സ്പീച്ച്. ചിലർ പറയുന്നത് ഒന്നും ചെയ്യുന്നത് മറ്റൊന്നുമാണ്. നിങ്ങൾ വാക്കുകൾക്ക് വില കൽപ്പിക്കാറുണ്ടോ? സംസാരത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറാറുണ്ടോ? നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പാലുപോലെ പരിശുദ്ധമാണോ? സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വാക്കുകളാണോ താങ്കൾ ഉപയോഗിക്കാറുള്ളത്? അതോ ചുറ്റുമുള്ളവരെയും താഴ്ത്തിക്കെട്ടുകയാണോ ചെയ്യുന്നത്? മറ്റുള്ളവരിൽ ഉള്ള കുറ്റങ്ങളും കുറവുകളും ആണോ കൂടുതലായി താങ്കൾ കാണാറുള്ളത്? താങ്കൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്നറിയുക. ഉദ്ദേശശുദ്ധിയോടെ വാക്കുകൾ ഉപയോഗിക്കുക. മൂന്നാമതായി പ്യൂരിറ്റി ഇൻ ആക്ഷൻ ആണ്. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ധർമ്മവും സദാചാര ചിന്തയുമുണ്ടോ? ഇടപാടുകളിൽ സത്യസന്ധതയും നീതിയും പുലർത്താറുണ്ടോ? എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയാറുണ്ടോ? കഴിഞ്ഞ 2, 3, 5 വർഷങ്ങൾ പരിശോധിച്ചാൽ തൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് ആക്ഷൻസ്, എത്രത്തോളം സത്യസന്ധമായതും കാര്യക്ഷമതയോടുകൂടിയുള്ളതും സ്നേഹത്തിൻ്റെ തലോടൽ കൊണ്ടുള്ളതും ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു തിരിച്ചറിവിനു വേണ്ടി ഇതെല്ലാം സ്വയം അന്വേഷിക്കണം. മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളാണ് നാലാമത്തെ പ്യൂരിറ്റി ഇൻ റിലേഷൻഷിപ്സിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത്. ജീവിതത്തിൽ പ്യൂരിറ്റി ഇൻ റിലേഷൻഷിപ്സ് സർവ്വപ്രധാനമാണ്. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം എത്രത്തോളം ശുദ്ധമായതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. മാതാപിതാക്കളും കുട്ടികളും സഹോദരീ സഹോദരന്മാരുമായുള്ള ബന്ധങ്ങൾ 24 ക്യാരറ്റ് സ്വർണം പോലെ ശുദ്ധമായതാണോ? ഇതും പരിശോധിക്കണം. ബിസിനസ് പാർട്ട്ണറുമായുള്ള ബന്ധം മായം ചേർക്കാത്തതാണോ? മേലുദ്യോഗസ്ഥനുമായുള്ള ബന്ധം എത്രത്തോളം തെളിഞ്ഞതാണ്? താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ഒരു കറവപ്പശു പോലെയാണോ കാണുന്നത്? ഇതെല്ലാം സ്വയം വിലയിരുത്തണം. അങ്ങനെ ഉള്ളിൽ നിന്നും സത്യം തെളിഞ്ഞു വരണം. മദർ തെരേസ പറഞ്ഞത്, പ്യൂരിറ്റി ഈസ് നോട്ട് സംതിങ് ഇമ്പോസ്ഡ് ഫ്രം വിത്തൗട്ട്, ഇറ്റ് കംസ് ഫ്രം വിത്തിൻ എന്നാണ്. പ്യൂരിറ്റി എന്നത് പുറത്തുനിന്നും അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല, അത് ഉള്ളിൽ നിന്നും തെളിഞ്ഞ് വരുന്നതാണ്. ബ്രിങ് പ്യൂരിറ്റി ഇൻ റിലേഷൻഷിപ്സ്. ബന്ധങ്ങളിൽ ശുദ്ധത കൊണ്ടുവരിക. അതിന് 5 കാര്യങ്ങൾ പറയാം. ആദ്യം ഒത്തൻറ്റിസിറ്റി, അതായത് ഞാനായി തന്നെ നിലകൊള്ളുന്നു, മറ്റൊരാളായി നടിക്കുന്നില്ല. ഒന്ന് ഉള്ളിൽ ഉദ്ദേശിച്ച് മറ്റൊരു രീതിയിൽ പുറമേ പ്രവർത്തിക്കുന്നില്ല. ഞാനൊരു സംഭവമാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നില്ല, പറയുന്നില്ല. 2, ട്രാൻസ്പെറൻസി, സുതാര്യത. സത്യം മറച്ചു വയ്ക്കാതെ സംസാരിക്കുന്നു, ആരോടും വഞ്ചന കാണിക്കുന്നില്ല. ആശയങ്ങൾ ലളിതവും വ്യക്തവുമാക്കി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു, സത്യസന്ധമായി. 3, സെൽഫ്ലെസ്നെസ്, അതായത് നിസ്വാർത്ഥമായ ജീവിതം നയിക്കാൻ തയ്യാറെടുക്കുന്നു. വ്യക്തിപരമായ താൽപ്പര്യങ്ങളെക്കാൾ മുൻഗണന
മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കും ക്ഷേമത്തിനും സന്തോഷത്തിനും കൊടുക്കുന്നു. ഇങ്ങനെയുള്ള നിസ്വാർത്ഥമായ ത്യാഗവും ദയയുമാണ് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. 4. ഫൊർഗിവ്നെസ്, ക്ഷമിക്കാനുള്ള മനസ്സ്. ഏതു ബന്ധത്തിലും തെറ്റുകളും തെറ്റിദ്ധാരണകളും സംഭവിച്ചേക്കാം. പക്ഷേ അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ല. അതാണ് പ്യൂരിറ്റി. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളോട് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ക്ഷമിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? ബന്ധം നിലനിർത്തുന്നതിൽ ഇത് പ്രധാനമാണ് എന്നറിയുക. 5. അൺകണ്ടീഷണൽ ലവ്, ഉപാധികളില്ലാതെ സ്നേഹം. തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അതോ വിലയിരുത്തലുകളും പ്രതീക്ഷകളും കൊണ്ട് നിറഞ്ഞതാണോ നിങ്ങളുടെ സ്നേഹം? ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ബന്ധങ്ങൾ ദൃഢമേറിയതാകും. ആളുകൾ തിരിച്ചും നമ്മെ ഉപാധികളില്ലാതെ സ്നേഹിച്ചു തുടങ്ങും. ഇൻ ദ പ്യൂരിറ്റി ഓഫ് പേർപ്പസ് ലൈസ് ദ സീക്രട്ട് ടു ബിക്കമിങ് എ ടവറിംഗ് ഫിഗർ എമംഗ് ഓർഡിനറി മെൻ എന്ന് പറയാറുണ്ട്. സാധാരണ ആളുകളുടെ ഇടയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ വ്യക്തിയാകണമെങ്കിൽ ഉദ്ദേശശുദ്ധി ആവശ്യമാണ്. നന്ദി, നമസ്കാരം.